ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് അപ്പം എല്ലാവരും ലോട്ടറി അടിച്ച ദിവസമാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാലും നമ്മളുടെ ഇന്നലത്തെ ക്യാപ്ഷൻ പോലൊക്കെ തന്നെ സംഭവിച്ചു. ഓക്കെ, പൊട്ടും എന്ന് പൊട്ടും എന്ന് കാത്തിരുന്നു. ഏതായാലും ഇന്നത് പൊട്ടി. പക്ഷെ പൊട്ടിയത് എത്ര പേർക്ക് മുതലാക്കാൻ പറ്റിയെന്ന് അറിയത്തില്ല. വീണ്ടും അത്യാഗ്രഹം കൊണ്ട് ഇനിയും പൊട്ടി താഴോട്ട് വീഴും എന്ന് കാത്തിരുന്നവർക്ക് നിരാശ ഫലം അല്ല. കിട്ടിയത് ലക്കി ഭാഗ്യം എന്ന് കരുതി ബുക്ക് ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. വീണ്ടും അവർക്ക് അവസരങ്ങളുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇതിനകത്തിൽ നിങ്ങളെ സ്റ്റഡി ചെയ്തിടത്തോളം എനിക്കൊരു എന്നും ഉപദേശങ്ങളാണ്. ഞാൻ എൻ്റെ ഈ ഉപദേശം കേട്ട് നിങ്ങൾ നാണം കെട്ടെങ്കിലും നന്നാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഉപദേശിക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളൊരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനിയും ന്യായം പാലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾ വീണ്ടും ഓവർ ട്രേഡ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തുന്നതായിരിക്കും നല്ലത്. ഉള്ള കാശെങ്കിലും കയ്യിൽ കാണും. ഇല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പൈസയുടെ ഇവിടെ മാർക്കറ്റിന് കൊടുത്തിട്ട് മേലോട്ട് നോക്കി മാർക്കറ്റിനെ തെറി പറഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഉടായിപ്പാണെന്നൊക്കെ നാട് നിങ്ങളെ പറഞ്ഞു നടക്കാനുള്ള വിധി ഉണ്ടാകരുതെന്ന് ഞാൻ വിനയപുരസരം ഓർപ്പിക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ന്യായം പാലിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല, നിങ്ങൾക്ക് ഓപ്ഷനകത്ത് വിജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നല്ല സ്വിംഗ് ട്രേഡോ നല്ല സ്റ്റോക്സിലോ വല്ല ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്നതായിരിക്കും നിങ്ങൾ നല്ലത്. നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിന് കൊള്ളാവുന്നവർ അല്ല ന്യായം പാലിച്ചില്ലെങ്കിൽ. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞതിൻ്റെ അന്തസത്ത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത്രയും ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ബോക്സ് വരച്ച് കാണിച്ചിട്ട്, ഇതാണ് ബോക്സ് പാറ്റേൺ. എൻ്റെ പ്രൈസ് ആക്ഷൻ ക്ലാസ് കണ്ടവർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നല്ല വൃത്തിയായിട്ട് മനസ്സിലാകും. ഓക്കെ, ഞാൻ അതിനകത്തിൽ ബോക്സ് പാറ്റേണെ പറ്റി ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിത് കണ്ടവർ എത്ര പേരുണ്ട് എന്ന് നിർബന്ധമായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. എനിക്കറിയാൻ വേണ്ടിയാണ് നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം. ബോക്സ് പാറ്റേണെ പറ്റി നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ കണ്ടിട്ട് കാര്യമില്ല, കഥ കഴിഞ്ഞല്ലോ. പശുവും ചത്തും മോരിലെ പുളിയും പോയി, ഇനിയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം കണ്ടിരുന്നവർക്ക് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിക്കാണും. അപ്പം ഞാൻ ഇന്നലെ നമ്മൾ കണ്ട രീതിയിൽ അവിചാരിതമായിട്ടാണ് ഞാനിത് കണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്കിങ്ങനെ ഒരു ബോക്സ് പാറ്റേൺ ഉണ്ട്, അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ നോട്ടീസ് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് ഇതിനകത്തൊരു ട്രേഡ് ഉണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. കൃത്യമായിട്ട് ഇന്ന് നോക്കിയേ, മാർക്കറ്റ് 300 പോയിൻറ്റോളം ഗ്യാപ്പ് ഡൗണിൽ 250-300 പോയിൻറ്റിലെങ്ങാണ്ട് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർ പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരുണ്ട്. എനിക്ക് അറിയാവുന്നവരുണ്ട്, 2-3 ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞ് രാവിലെ ഞങ്ങൾ ബുക്ക് ചെയ്തവരുണ്ട്. നിങ്ങൾ നോക്കിക്കേ, സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഇത്രയും വീണിട്ടും 3 ക്യാൻഡിലിൽ മാർക്കറ്റ് 200 പോയിൻറ്റ് 150 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ വന്നത്. 150 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ വന്നു. 3 ക്യാൻഡിലിൽ 200 പോയിൻറ്റ് മാർക്കറ്റിനെ തിരിച്ചു കയറ്റി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, FIAs അല്ലെങ്കിൽ DIAs, ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ടീമുകൾ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ സ്ട്രോങ് ബൈ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ ഇവർക്ക് ഈ പൊട്ടുന്നതിൻ്റെ കൂടെ ഇവർക്കും വിറ്റ് തൊലച്ചാൽ മതി, ഇല്ലേ? ഫെയർസ് ആണെങ്കിൽ വിറ്റ് തൊലച്ചാൽ മതി, മാർക്കറ്റ് പിന്നെയും പൊട്ടിത്തായിട്ട്. പക്ഷേങ്കിൽ ഇവരിതിനെ മാർക്കറ്റിനെ ഇവിടുന്ന് മോളോട്ട് കൊണ്ടുപോയി എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അവരിവിടുന്ന് വാങ്ങിച്ച് കൂട്ടിയെങ്കിൽ, അതിൻ്റെ അർത്ഥം ഇന്ത്യൻ മാർക്കറ്റിനെ FIAs അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അവർ മാർക്കറ്റിനെ ശക്തമായി വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിനെ വിശ്വസിക്കുന്നു, ഇനിയും വരുന്ന ആളുകളിൽ പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ബൈ ഉണ്ടായത്. അല്ലാതെ ചുമ്മാ ഒന്നും കയറി ആരും വാങ്ങിച്ചതല്ല. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ ഇത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ്. ഓൾറെഡി നമ്മൾ US മാർക്കറ്റുമായിട്ട് ഡീകപ്പിൾഡ് ആണ്. ഓക്കെ, അതുമായിട്ട് യാതൊരു ബന്ധവും ഇപ്പം നമ്മുടെ മാർക്കറ്റിനില്ല.
ഇന്ന് വൈകുന്നേരം FOMC മീറ്റിംഗ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജെറോം പവൽ അവിടെ എന്ത് പറഞ്ഞാലും നമുക്ക് യുദ്ധത്തിൻ്റെ വാറിൻ്റെ പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് ഇതൊന്നും നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ, ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ക്യാപ്ഷനിനകത്തിലെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ആ ക്യാപ്ഷൻ ഉണ്ടല്ലോ, അത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടുന്ന് കോപ്പി അടിച്ചതോ നെറ്റിൽ നിന്ന് എടുത്തതൊന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് അത് ഉണ്ടാക്കിയതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മുടെ രാജ്യത്തിലെ പിന്നെ ഒരു പൗരനെയെങ്കിലും കൊന്നവരോട് പ്രതികാരം ചെയ്യുക എന്നുള്ളത് അതൊരു രാജ്യത്തിൻ്റെ കടമയാണ്, ഭരണാധികാരിയുടെ കടമയാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ച് വിവാദത്തിനില്ല. എങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പരിപാടിയിൽ എനിക്കും വളരെ അഭിമാനം തോന്നുന്നു. കാരണം അവരുടെ കണ്ണീരിന് ആ വിധവകളായ സ്ത്രീകളുടെ കണ്ണീരിന് ഇന്ത്യ പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യം അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവരുടെ കണ്ണീരിന് ഇന്ത്യ അവരോട് പകരം ചോദിച്ചു. അതിന് യാതൊരു തെറ്റുമില്ല. ഓക്കെ. ഇനി ഫർദറായിട്ട് എന്ത് സംഭവിക്കുന്നുള്ളതാണ് ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്നത്. നാളത്തെ കാര്യം പറയാം. അപ്പോൾ ഞാൻ അതിൻ്റെ പോസിബിലിറ്റീസാണ് ഇനിയും പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പം നമുക്ക് പറയാനുള്ളത് 3 ക്യാൻഡിലിൽ മാർക്കറ്റിനെ തിരിച്ചു കയറ്റി അല്ലേ. അതിനുശേഷം അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഈ ബോക്സ് പാറ്റേൺ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ 150 പോയിന്റ് ഒറ്റയടിക്ക് ഈ കയറ്റി കഴിഞ്ഞാൽ എന്തായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും. കോമൺ സെൻസാണ്, നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോഴും നമ്മൾ നോക്കിക്കുക, ഇവിടെ ഇതിനെ ക്രോസ് ചെയ്ത് ഹോൾഡ് ചെയ്തു. അതിന് ശേഷം വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കിട്ടി. എങ്കിൽ ഇത് 50% ഉള്ളൂ, ഫുൾ ബോഡി ഇല്ല അല്ലേ. 50% ബോഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. ഇനി കാരണം അത് മാത്രമല്ല, ഈ 200 പോയിന്റ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്സൈഡ് ക്യാപ്ഡാണ്, നമുക്ക് പേടിയാണ് അവിടെ കയറാൻ അല്ലേ. 200 പോയിന്റ് ഓൾറെഡി 150 പോയിന്റ് വീണ മാർക്കറ്റ് 200 പോയിന്റ് അപ്സൈഡ് കയറി പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു കോൾ ഓപ്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുന്ന സംഭവിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, അടുത്ത മേളിൽ കയറിയതിന് ശേഷം മൂന്നാമത്തെ ക്യാൻഡിൽ നോക്കി. ഈ ക്യാൻഡിൽ എന്തുവാ പറ, എന്തുവാ ഈ ക്യാൻഡിൽ? ബെയറിഷ് എൻഗൾഫിങ്. ഓക്കെ. ബെയറിഷ് എൻഗൾഫിങ് വീണു. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇടുന്നു, ഒരു ട്രേഡ് എടുക്കുന്നു. ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഈ ബോക്സിനകത്ത് മാർക്കറ്റ് കയറിയാൽ ഈ ക്യാൻഡിൽ വിട്ടത് നമുക്കൊരു കൺഫർമേഷൻ കിട്ടി, ബെയറിഷ് എൻഗൾഫിങ് എന്നുള്ളത് ഇല്ലേ. നമുക്കൊരു സ്റ്റോപ്പ് ലോസും കിട്ടി. ഇനിയിപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു, ഈ ബോക്സിനകത്ത് കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ട്രേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. ഒന്നുകിൽ ഇങ്ങനെ വന്ന് തിരിച്ചു വരും, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് തിരിച്ചു വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് ഇതിനകത്ത് കയറി ഒരു ഡോജി ഫോം ചെയ്തു. അപ്പോൾ തന്നെ റിജക്ഷൻ അത് മനസ്സിലായി. അതിന് ശേഷം മാർക്കറ്റ് നോക്ക് കൃത്യമായിട്ട് 2 ക്യാൻഡിൽ തന്നെ നമുക്ക് 2, 3, 4 ക്യാൻഡിൽ നമുക്ക് കൃത്യമായൊരു പ്രോഫിറ്റ് കിട്ടി. നമ്മൾ പറഞ്ഞ അതേ ലെവൽ നോക്കി 24,286 സൂപ്പർ നമ്മുടെ സപ്പോർട്ടല്ലായിരുന്നു. ആ സപ്പോർട്ടിൽ വന്ന് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ചെയ്തു. ഓക്കെ. ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു. നമുക്കിവിടെ ട്രേഡ് ഇല്ല, കാരണം ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. മാർക്കറ്റ് ഇവിടെ വന്ന് തട്ടിപ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുട്ടാൻ നോക്കി നിൽക്കരുത്. ഏത് പോയിൻ്റ് ആയാലും, മുകളിലോട്ടുള്ള പോയിൻ്റ് ആയാലും താഴോട്ടുള്ള പോയിൻ്റ് ആയാലും നിങ്ങൾ ഒരിക്കലും ഇതിനെ നിങ്ങളുടെ ലെവലിനെ മുട്ടാൻ നിങ്ങൾ നോക്കിയിരിക്കില്ല. അതിന് 5-10 പോയിന്റിന് മുമ്പ് നിങ്ങൾ ട്രേഡ് അവസാനിപ്പിക്കണം. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അബദ്ധം വരും. ഓട്ടെ, നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ഇനി പൊട്ടുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അടുത്ത വീണ ക്യാൻഡിൽ നോക്കിയേ, ഇതിനെല്ലാം പെട്ടെന്ന് ഏകദേശം 286, 380, ഏകദേശം ഒരു 75 പോയിന്റിൻ്റെ ഒരു ക്യാൻഡിലാണ് ഒറ്റ ക്യാൻഡിൽ. മനസ്സിലായോ? ഈ കിട്ടിയ പ്രോഫിറ്റ് മുഴുവൻ ഇവിടെ ആവിയായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും മുട്ടാൻ നോക്കിയിരിക്കല്ലേ, ന്യായം ബുക്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. പിന്നെയും എൻ്റെ വായിലെ വെള്ളം പറ്റുന്ന നിങ്ങളോട് ഇങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എത്ര കൊണ്ടാലും പഠിക്കത്തില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഇന്നും പലർക്കും നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ കാത്തിരുന്നു, ഞാൻ ഇനിയും താഴെ വീഴും, പൊട്ടും, ഞാൻ മാർക്കറ്റിൽ പറഞ്ഞു, കൊലയോടെ പിടിക്കാൻ, നമ്മൾ ആ ഒരു സ്വഭാവം മാറ്റണം എൻ്റെ കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഈ കൊലയോട് പിടിക്കുന്ന പരിപാടി നിർത്തണം. ഞാൻ പറഞ്ഞല്ലോ, 50 പോയിന്റ് ടാർഗറ്റ് നിങ്ങൾ വെക്ക്. കാരണം എന്നും 200, 250 പോയിന്റ് ഒന്നും മാർക്കറ്റിൽ കിട്ടുമോ? വല്ല വർഷത്തിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സിനാരി സംഭവിക്കത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കാത്തിരുന്ന് ബാക്കിയുള്ളതിനെല്ലാം എന്തിനാ വെറുതെ ബലി കൊടുക്കുന്നത്? അങ്ങനെ ബലി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോഴത്തേക്ക് നിങ്ങളിത് പിടിക്കാൻ നോക്കിയിട്ട് നിങ്ങളുടെ പോക്കറ്റ് കീറി, നിങ്ങളുടെ നിക്കർ വരെ കീറിപ്പോവും. സോറി ഞാൻ അങ്ങനെ പറഞ്ഞതിന്, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 നിഫ്റ്റിയിലാണ് ഒരു 50 പോയിന്റ് പിടിക്കാനുള്ള വഴി നിങ്ങൾ നോക്കുക. അതിനുശേഷം താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 50 പോയിന്റിന് SL ഇട്ടിട്ട് നിങ്ങൾ ബാക്കി വിട്ടേരെ. കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, ഇല്ലെങ്കിൽ പൊയ്ക്കോട്ടെ. നിങ്ങൾ ഇങ്ങനെ വളരെ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് നിങ്ങൾ മാർക്കറ്റിനെ കണ്ടില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നും ഇത് പറയുന്ന കാര്യം പിന്നെ ഇത് കാണുമ്പം പറയുക. ഇന്നത്തെ നമ്മുടെ പ്രോഫിറ്റ് ലെവൽ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്.
മനസ്സിലായി? ഇന്ന് നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ 210 പേര് ട്രേഡ് ചെയ്തതിൽ 210 പേർ ട്രേഡ് ചെയ്തതിൽ 187 പേര് പ്രോഫിറ്റാണ്. എന്നാലും 50 പേർക്ക് പരാജയപ്പെട്ടില്ലേ? ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ 70% മേളിലുണ്ട്. 70% മേളിലുണ്ട് നമുക്ക് പ്രോഫിറ്റ് റേഷ്യോ. പക്ഷേ നമുക്കത് പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെയുള്ള അവസരം വരുമ്പോഴെങ്കിലും നമ്മൾ ഒരു 80-90% നമ്മൾ വരണ്ടേ? ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് പറയുന്നത്. കാരണം അതിന് നമുക്ക് അവസരം ഉണ്ടായിരുന്നു. നമുക്ക് അവസരം ഇല്ലാഴികയല്ല. റിസ്കി മാർക്കറ്റ് ഇന്നലെയാണ് മെനിഞ്ഞാന്നാണോ? ഇന്നലെ ട്രിക്കി മാർക്കറ്റ് ഞാൻ പറഞ്ഞത്. ട്രിക്കി മാർക്കറ്റ് അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേങ്കിൽ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പം നമ്മൾ എന്തുകൊണ്ട് ആ അവസരത്തെ നമ്മൾ ആ അവസരത്തെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനീ പറയുന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഞാനീ പറയുന്നത് കാര്യമുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ. ഞാൻ ഈ പറയുന്നതിൽ കാര്യമുണ്ടോ ഇല്ലയോ? നിങ്ങൾ സ്വയം ഒന്ന് അവലോകനം ചെയ്യുക. സ്വയം ഒന്ന് ചിന്തിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, പറഞ്ഞ് വിഷയം വിട്ടുപോവുക. അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യും? ഈ മാർക്കറ്റിനകത്തിൽ ഇതിങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഇല്ലേ? ഈ ബോക്സ് പാറ്റേൺ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഓരോന്നിനും അവസരങ്ങളുണ്ടായിരുന്നു ഇല്ലേ? നമുക്കിവിടെ അവസരമില്ല. ഇവിടെ നമുക്ക് തിരിച്ച് കയറാനുള്ള അവസരം, ഇവിടെ നമുക്ക് താഴോട്ട് വന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു ഇല്ലേ? ഇതിന് ശേഷം മാർക്കറ്റ് നേരെ പോയി ഇവിടെ വന്നു, ഒരു ഇതെടുത്തു. ഇവിടെ ഒന്നും നമുക്ക് അവസരമില്ല. നമുക്ക് അവസരമുള്ള ഇവിടെ ദാണ്ട് ഇവിടെ ഇല്ലേ? ഇവിടെ ചിലർ ഇവിടെ കയറി കാണും, ചിലർ ഈ ഗ്രീൻ ക്യാൻഡിൽ കയറി കാണും. കിട്ടിയവർക്ക് ഇവിടെ കിട്ടി. വീണ്ടും ഇവിടെ അവസരം. ഇവിടെ അവസരം എങ്ങനെയാണ് വരുന്നത്? ഇത് പറയാൻ എളുപ്പമാണ്. പക്ഷെങ്കിൽ ശരിക്കും എന്നെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക്, അല്ലെ എൻ്റെ വീഡിയോ കൃത്യമായി കാണുന്നവർക്കൊക്കെ ട്രേഡ് കൃത്യമായിട്ടുണ്ട്. കാരണം എന്താ? ഇതിന് ശേഷം ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം വേണ്ട ഒരു റെഡ് ക്യാൻഡിൽ വീണു. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ വരെ പോയിട്ട് ചെറുതായിട്ടൊരു ക്ലോസിങ് വന്നു ഇല്ലേ? അതിനുശേഷം വീണ്ടും ഒരു ക്യാൻഡിൽ അതിൻ്റെ ഇപ്പുറത്ത് വന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രേഡ് എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. ഇവിടെയാണ് നമ്മുടെ വിജയം. അഥവാ നഷ്ടം വന്നാലും 10 പോയിന്റ് നഷ്ടം നമുക്ക് വരുന്നുള്ളൂ. 750 രൂപ നഷ്ടം വരുന്നുള്ളൂ. കിട്ടിയാലോ ഒരു 10,000-2,000 രൂപ കിട്ടാനുള്ള വകുപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഞാനിത് പല പ്രാവശ്യം ഗ്രൂപ്പിൽ വരച്ച് കാണിച്ചു. ഇവിടെ നോക്കിക്കേ, ഒന്നും വേണ്ട. ഇതൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വിചാരിച്ചു. എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനൊരു അവസരം വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. സെമിനാറിൽ പങ്കെടുത്തവർക്ക് ഇതറിയാം കൃത്യമായിട്ട്. ഇങ്ങനൊരു ഇങ്ങനൊരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതുപോലെ തന്നെ സംഭവിച്ചു. എത്രയായി? 350, 450, 60 പോയിന്റ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിന് ശേഷം അപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു. ഇതിന് ശേഷം ഞാൻ വീണ്ടും പറഞ്ഞു, ഇനിയും പല പ്രാവശ്യം നമ്മളിത് പിടിച്ചു. ഇങ്ങനെ പിടിച്ചു. 3-4 പ്രാവശ്യം പിടിച്ചവരുണ്ട്. ഓക്കെ. അതിനുശേഷം പിന്നെ ഇവിടുന്ന് താഴോട്ട് പിടിക്കാൻ നോക്കിയിരിക്കുക ആൾക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും ഏറെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറഞ്ഞത്? അധികം കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ കുന്നും മലയാന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ? ഇനിയും വേണ്ട, നിർത്തിക്കോ എന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞത്. അധികം കിഴക്കോട്ട്. കാരണം എപ്പോഴും അങ്ങനെ ശരിയാ. എപ്പോഴും നമ്മുടെ വഴിക്ക് മാർക്കറ്റ് നമുക്ക് ന്യായമായിട്ടുള്ളത് കിട്ടി. ന്യായത്തിൽ കൂടുതൽ അന്യായമായിട്ട് നമുക്ക് കിട്ടി അല്ലേ? എന്നിട്ട് നമ്മൾ അവസാനിപ്പിക്കാതെ പിന്നെയും കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ അടുത്തവർക്ക് അവരുടെ കയ്യിരിക്കുന്ന സാധനം ഉരുക്കി തീരത്തേ ഉള്ളൂ. മനസ്സിലായോ? അതുപോലെ തന്നെ രണ്ടാമത് വേറൊരു കാര്യം ഞാൻ നിങ്ങളെ പറയാനുള്ളത്. നമ്മുടെ മറ്റേ ഒരു ഗ്രൂപ്പിൽ എന്നോട് ചോദിച്ചു, സാർ മാർക്കറ്റ് മോളോട്ട് പോയിട്ടും പ്രീമിയം കയറുന്നില്ലല്ലോ, പുട്ടിൻ്റെ പ്രീമിയം മാർക്കറ്റ് മോളോട്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ പുട്ടിൻ്റെ പ്രീമിയം അനങ്ങുന്നില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ്. സംശയം ഇപ്പോഴും ക്ലിയർ ചെയ്തേക്കാം. ഇന്ത്യ വിക്സ് നോക്കിക്കേ. നിങ്ങൾ വിക്സ് നോക്കിക്കേ. കണ്ടോ? ഇവിടെ മാർക്കറ്റ് നല്ലപോലെ 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ലപോലെ വിക്സ് നല്ലപോലെ ഫോളായി, പ്രീമിയം ഒരു ലെവലിലെത്തി ഇല്ലേ? അതിനുശേഷം ഈ 12 മണിക്ക് ശേഷം ഈ പുട്ടെടുത്തവർക്ക് ആർക്കും മാർക്കറ്റ് മുകളോട്ട് പോയിട്ടും പുട്ടിൻ്റെ പ്രീമിയം കുറഞ്ഞു വരുന്നില്ല. പലരും ഗ്രൂപ്പിൽ ചോദിച്ചു. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്, വിക്സ് ആണ്. കണ്ടോ? ഇവിടെ കണ്ടോ വിക്സ്? നിങ്ങൾ കണ്ടോ? വിക്സ് ഇവിടുന്ന് ക്രമേണ കൂടാൻ തുടങ്ങി. അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? പ്രീമിയം നമ്മുടെ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പുട്ടെടുത്തിട്ടും മാർക്കറ്റ് മുകളോട്ട് പോയിട്ടും പുട്ടെടുത്തതിന് ശേഷവും നിങ്ങളുടെ പ്രീമിയം കുറയാത്തതിൻ്റെ കാര്യം അവസാന നിമിഷമായപ്പം നിങ്ങളുടെ പുട്ടിൻ്റെ പ്രീമിയം കാറ്റടിച്ചു വിട്ട ബലൂൺ പോലെ പോയി. എന്തുകൊണ്ടാണ് കാര്യം? ഇതാ കാര്യം. ഓക്കെ. ലാസ്റ്റ് മൊമെൻറ്റ് 15 മിനിറ്റിൽ എന്ത് ചെയ്തു? പെട്ടെന്ന് വിക്സ് നേരെ താഴോട്ട് വന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രീമിയം അതുപോലെ കുറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ നോക്കുക, ഇതുപോലെ പ്രീമിയം മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് എൻ്റെ പ്രീമിയം കുറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ നേരെ വിക്സിൽ പോയിട്ട് നോക്കുക അവിടെ എന്താ സംഭവിക്കുന്നത്. വിക്സ് മേലോട്ട് കയറുവാണ്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ വിക്സ് മേലോട്ട് കയറുമ്പോൾ എന്താ അർത്ഥം? മാർക്കറ്റിൽ ഒരു ഭീതിയുടെ ഒരു അവസ്ഥ ഉണ്ട്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്കൊക്കെ മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങളെ നമ്മൾ അവലോകനം ചെയ്യുന്നത്. ഓക്കെ. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിർത്താം. അപ്പം നമുക്കിനി
നാളെ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇത്രയും പറഞ്ഞ് അങ്ങ് നീണ്ടു പോവാ. ഓക്കെ. പറഞ്ഞാൽ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി ഈ പറയുന്നത്, അല്ലാതെ വേറെ എന്തിനു വേണ്ടി ഈ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി സംഭവിക്കാനൊന്നുമില്ല. ഈ ബോക്സ് ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. ഈ ബോക്സ് ഇങ്ങനെ തന്നെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിന് നാളത്തെ കാര്യം പ്രോബബിലിറ്റി കുറവാണ്. ഇപ്പോൾ ഈ ബോക്സ് നാളെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് കിട്ടണം. ഓക്കെ. നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ബോക്സിനകത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സിനെ ഫോളോ ചെയ്യാൻ പറ്റും. ഇല്ല മാർക്കറ്റ് വരച്ച് കാണിക്കാം. ഓക്കെ. മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെ ഒരു ഈ ലൈനിൽ ഈ ലെവലിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ തിരിച്ച് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട്, നാളെ പ്രശ്നങ്ങളൊന്നുമില്ല, അടിയും ബഹളമൊന്നും ഇല്ലാന്നുണ്ടെന്നില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. നാളെ പ്രശ്നങ്ങളൊന്നുമില്ല, ശാന്തമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാളെ ബുള്ളിഷ് മാർക്കറ്റ് ആയിരിക്കും. നമുക്ക് 24,525, 24,600, 700 കാണാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം പൊട്ടി താഴോട്ട് വീഴുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത വീണ്ടും കൂടുതലാണ്. നമ്മളത് വാച്ച് ചെയ്യുക. അല്ല, ഇത് പൊട്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടുവാണെങ്കിൽ പിന്നെ ബാക്കി നമുക്ക് താഴെ നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ട് നാളെ മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നത് ഇതാണ്. കാരണം നമുക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇങ്ങനൊരു പ്രശ്നം ഇനി രണ്ടാമത് ഇന്ത്യ വീണ്ടും അടിക്കുമോ, അല്ല അവന്മാർ ഇങ്ങോട്ട് തിരിച്ചടിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല. എങ്കിലും ഞാനൊരു ലൈൻ വരച്ചിട്ടേക്കാം അവിടെ. ഈ ലൈൻ, ഈ ഹൈ ശ്രദ്ധിക്കുക. ഓക്കെ. ഈ ഹൈ ശ്രദ്ധിക്കുക. മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കത്തില്ല 24,414. ഓക്കെ. ഇതിനകത്ത് ഈ ലൈനിനകത്തല്ല ക്ലോസ് ചെയ്തേക്കുന്നത്. നമുക്ക് അങ്ങനെ നോട്ടെ. ഓക്കെ. ഈ ലൈനിലാണ് മാർക്കറ്റ്, ഇതിനകത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിന് മോളോട്ടാണെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പറയാൻ പറ്റത്തുള്ളൂ. ഇതിന് മോളോട്ട്. ഓക്കെ. വരച്ചിടണം. ഇപ്പോൾ നമ്മൾ ആരെയൊന്നും വരയ്ക്കാറില്ല, കാരണം എല്ലാവരും ഫെമിലിയർ ആയതുകൊണ്ട് ഞാൻ ആരെയൊന്നും വരയ്ക്കാത്തത്. ഓക്കെ. ഇതിന് മോളോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. ഇല്ല, ഇതിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ഉണ്ട്. പക്ഷേ എന്നാലും ഒരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് താഴോട്ട് നോക്കിയാൽ മതി. അറിയത്തില്ല. ഇവിടെ നാളത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ. നാളെ എങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും നമുക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നാളത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുക. ഓക്കെ. ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് ഒരു കൺഫർമേഷൻ കിട്ടണം. ഒരു കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഇത് ഈ ലോയ്ക്കൊക്കെ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു PE പറ്റി നമുക്ക് ചിന്തിക്കാം. ഓക്കെ. അപ്പോൾ നാളത്തെ അന്നേരത്തെ സിനാരിയോ പോലെ വേണം നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് നോക്കാൻ. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റി കൂടെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചത്? ബാങ്ക് നിഫ്റ്റിയിലും ഈ പറഞ്ഞ പോലെ തന്നെ ഓക്കെ വീണത് അതുപോലെ തന്നെ ഒറ്റ ക്യാൻഡിൽ തന്നെ തിരിച്ചു വരും. 3 ക്യാൻഡിൽ നോക്കിയിരുന്നില്ല, ഒറ്റ ക്യാൻഡിൽ എത്ര പോയിൻ്റാണ്? 54,500 പോയിൻ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒറ്റ പോയിന്റിൽ 500 പോയിൻ്റ്, ഒറ്റ ക്യാൻഡിലിൽ 500 പോയിൻ്റാണ് ബാങ്ക് നിഫ്റ്റി റിക്കവർ ആയത്. ഈ പറഞ്ഞ പോലെ തന്നെ അതിനുശേഷം മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി വലിയ കളികളൊന്നും കണ്ടില്ല. ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. വേറെ ഇവിടെ നമുക്ക് ട്രേഡിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റിക്ക് കൃത്യമായിട്ട് ഒരു സംഭവമുണ്ട്. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ 610 മാർക്കറ്റ് ഇവിടെ ഏകദേശം ഇവിടെ തന്നെയാണ്. അപ്പോൾ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക? ഇതിന് മുകളിലോട്ടോ ഇതിന് താഴോട്ടോ, അത് നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. കാരണം വേറെ ഇന്ന് പകൽ നിഫ്റ്റിയെ പോലെ ഓപ്പർച്യൂണിറ്റി ഒന്നും ബാങ്ക് നിഫ്റ്റിയിലില്ലായിരുന്നു. ഓക്കെ. പക്ഷേ ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിയെ കുറച്ച് പിടിച്ചു നിർത്തിയത്. കാരണം ബാങ്ക് നിഫ്റ്റി എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നു. പിന്നെ ഇതിനകത്ത് ഇന്ന് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നമ്മുടെ മിഡ് ക്യാപ്പിലായിരുന്നു. മിഡ് ക്യാപ്പിൽ നിങ്ങൾ നോക്കിക്കേ, അതും ഈ പറഞ്ഞ ഒറ്റ ക്യാൻഡിൽ 879 200 പോയിൻ്റ്, 879 999 300 220 പോയിൻ്റോളം. എത്ര ആളെന്ന് നോക്കണം കറക്റ്റായിട്ട് എത്ര ഉണ്ട്? 228 പോയിൻ്റ് ഒറ്റ ക്യാൻഡിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കാണും. ഒറ്റ ക്യാൻഡിൽ 228. ആരെങ്കിലും എടുത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവന് കൊയ്ത്ത്. ഓക്കെ. ആ ഒരു ഒറ്റ ക്യാൻഡിൽ കയറി അതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് നമ്മുടെ കറക്റ്റ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് നേരെ തിരിച്ചു പോയി. ഇത് ഇങ്ങനെ എടുത്തവരാരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ ഒരു ക്രിട്ടിക്കൽ ഏരിയ ആണ് ഈ ഹൈ.
ഓക്കെ, ഇവിടുന്ന് താഴോട്ടോ മുകളോട്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതിൽ മുകളോട്ട് ആണെന്നുണ്ടെങ്കിൽ 22,12,324 കടന്നാൽ പിന്നെ ഒരു വലിയ അപ്സൈഡ് നമുക്ക് കാണാം. ഇല്ലെങ്കിൽ നേരെ തിരിച്ച് താഴോട്ട് വരും. ഇതും നാളത്തെ സിനാരിയോ പോലെ. ഇന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈവൻ മൂവ് ചെയ്യിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ BSE ആണ്. BSEക്ക് പിന്നെ 8% എന്ത് ചെയ്യേ BSE ഇന്ന് ഇതാ നോക്കെ 8% കയറിയായിരുന്നു. ഇപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോൾ അവസാനം ക്ലോസിങ് ആയപ്പോൾ 6%. 8% BSE ഇന്ന് പറന്ന് കയറിയായിരുന്നു. അതുകൊണ്ടാണ് BSE ആണ് ഇന്ന് മാർക്കറ്റിനെ ഇന്ന് വൃത്തിയായിട്ട് നയിച്ചത്. അതുപോലെ തന്നെ കോഫോർജും കുറച്ചൊക്കെ സഹായിച്ചു. അതുപോലെ തന്നെ പെർസിസ്റ്റവും പോളിക്യാവും എല്ലാവരും പോസിറ്റീവ്. HDFC, AMC, SRF എല്ലാവരും നല്ല പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് അവർ കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് ഇന്ന് മിഡ് ക്യാപ്പിനെ അവർ മുകളിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ നാളെ ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാം. നിലവിൽ ഇപ്പം നമ്മൾ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവാണ്, 24,405 ചെറിയ നെഗറ്റീവിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്തായാലും രാത്രിയിലേക്ക് മാത്രമേ കറക്റ്റ് കാര്യങ്ങൾ അറിയത്തുള്ളൂ. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ന്യായം പാലിക്കുക. ഓക്കെ, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും അങ്ങനെ അംഗങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ അവിടെ നൽകുന്നുണ്ട്. അല്ലാതെ വേറെ കോളോ കാര്യങ്ങളോ വലിയ മഹാസംഭവങ്ങളോ ഒന്നുമില്ല. അവിടെ ജസ്റ്റ് ഒരു മാർഗ്ഗനിർദ്ദേശം മാത്രം അവിടെ കൊടുക്കുന്നുണ്ട്. അത് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം. നിർബന്ധമൊന്നുമില്ല, ആരും വിളിച്ച് കയറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ നാളെ എല്ലാവരും ദൈവത്തെ ഓർത്ത് ന്യായം പാലിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ന്യായം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വളരെ 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 വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.